എന്ത് മഴയായിരുന്നു, കാണാനൊക്കെ ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരിൽ എത്ര പേരാണ് ദുരിതം അനുഭവിക്കണേ. നമ്മളെ കാര്യം അധികം തന്നെ. ഇതിനേക്കാൾ വലിയ ദുരന്തമല്ലേ ഗോവയിൽ കെട്ടിയെടുക്കാൻ പോണത്. അയ്യോ, അത് പ്രളയമാണ്, പ്രളയം. മുതലാളി, 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 ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്ന് അറിയാമോ? മുതലാളി ഒരു സംഭവം തന്നെ ഏട്ടാ. എന്നാലും മുതലാളിക്ക് ഗോവയില് ജോലിയിട്ട് കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഗോവയില് ജോലിയിട്ട് കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. കേട്ടൂടാ, ഗോവയില് ഗോവയില് ജോലിയിട്ടത് വലിയ സന്തോഷമായിട്ട് അവാർഡ് വല്ലതും കിട്ടിയാടാ എനിക്ക്. മുതലാളി എന്നെ എത്ര അടിച്ചാലും ഇടിച്ചാലും എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. മുതലാളിയുടെ പിണക്കവും ഇല്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഡഗ്ലസേ, നിനക്ക് അറിവണത്തോണ്ടാണ്. നിന്റെ ജൂലി കൊച്ചമ്മയില്ലേ, അവളും പിള്ളേരും ചേർന്ന് എന്നെ കൊല്ല ചെയ്യണേ. ആ ജാനിയില്ലേ, എന്റെ മുഖത്ത് പോയി പറയണറിയാം, പപ്പായി അതിന് ജോലിക്ക് പോവാൻ. എടാ, ഒരു മോള് ഒരു അച്ഛന്റെ മുഖത്തേക്ക് പറയാന്നുള്ള കാര്യം തന്നെടാ എന്റെ അടുത്ത് പറയണേ. വിഷമമുണ്ടടാ. അതുപോലെ മുതലാളി വേറെ ഒന്നും വിചാരിക്കരുത്. ഞാനും പല പ്രാവശ്യം വിചാരിച്ചതാണ്. മുതലാളി എന്തെങ്കിലും ജോലിക്ക് പോകണം. മുതലാളി മുതലാളി ഹെൽപ്പ് ചെയ്യൂ. എന്താ ഹെൽപ്പ്? മുതലാളി, ഗോവ എന്ന് പറഞ്ഞ എന്റെ സ്വപ്നമാണ്. ഗോവയിലെ ഫെനിയും അവിടുത്തെ ചാള വറുത്തതും അവിടുത്തെ ബീച്ചും അവിടുത്തെ മദാമവരെ കാണാൻ നല്ല രസമാണ്. നീ ഗോവയിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, പക്ഷെ ഷാജി പോയിട്ട് പറഞ്ഞു. ഷാജി പോയപ്പോ പറഞ്ഞു മുതലാളി വിചാരിച്ചാൽ നടക്കും. കേട്ടുവിടാ, മുതലാളി ഇനി വരില്ല. മുതലാളി വിചാരിച്ചാൽ നടക്കും. നടക്കും. എടാ പോടാ, ഞാൻ അങ്ങനെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കണം. ഞാൻ പറ്റ മരിയ കോട്ടയിൽ പോയി 2 ദിവസം താമസിക്കാൻ പോകണം. അവരൊക്കെ വന്ന് പോകുമ്പോൾ ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാൻ ഇവിടെ കാണൂല. ഞാൻ ഓടി രക്ഷപ്പെടാൻ പോകണം. മുതലാളി, അത് മോശമല്ലേ മുതലാളി? അവിടെ ഗോവയിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പം ഇവിടെ മുതലാളി ഇല്ലായിരുന്ന നാണക്കേടല്ലേ അത്? ഞാൻ എന്ത് പറയാനടാ. എടാ, എനിക്ക് ശരിയാവൂലടാ. മഞ്ഞി മതാമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പൊരുത്തപ്പെട്ട് പോകൂലടാ. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. നിനക്ക് വിഷമം മനസ്സിലാക്കണോ നീ? അല്ല, ജൂലിയമ്മയ്ക്ക് വിഷമാവൂലേ മുതലാളി ഇവിടെ ഇല്ലായിരുന്നാ? ആടാ ജൂലിയമ്മ ഉണ്ട്. ഞാൻ പറഞ്ഞ നിന്നെ ഞാൻ ഗോവയെ കൊണ്ടുപോകും. ഞാൻ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകും. ആ, നീ പോയിട്ട് എന്റെ 2-3 ജോഡി ഡ്രസ്സ് എടുത്ത് ബാഗിലാക്കി നിന്റെ ബാഗിലാക്കി കൊണ്ടുപോവാ. എന്റെ ബാഗിലാ? ഗോവ വരണ്ടേ എങ്കിൽ നിന്റെ ബാഗിലാക്കി കൊണ്ടുപോവാ. ആരോടും ഒരു അക്ഷരം മിണ്ടിപ്പോല്ലേ. പറയില്ല. എന്തോന്ന് എന്നെ അത്ര വിശ്വാസമില്ലേ? വിശ്വാസത്തിന്റെ കാര്യം നീ പറയണ്ട. നീ പോ ഗോവ കൊണ്ടുപോവാ. എത്ര ഡ്രസ് വേണം? ഒരു 2-3 ജോഡി ഡ്രസ് എടുത്ത്. മോരാലെ ഡ്രസ് എന്റെ ബാഗ്, നിന്റെ ബാഗില്. ഗോവയെ കൊണ്ടുപോവാ. പോടാ. ഓക്കെ, ഞാനത് കഴിയാം. എവിടെ പോന്ന്? ഞാൻ ഇവിടെ പോണില്ല. പിന്നെ ഈ ബാഗ് എന്തിനാ? ബാഗ് ആ റൂമിൽ വെക്കാൻ വേണം. ആ റൂമിൽ വെക്കാനാ? നീ ഫ്രെഡിന്റെ റൂമിൽ നീ ബാഗ് കൊണ്ട് പറഞ്ഞ എന്തിനാ? ഇത് ബാഗ് എന്റെ ആണെങ്കിലും ഇതിനകത്തുള്ള ഡ്രസ്സൊന്നും എന്റെ അല്ല, മുതലാളിയിലാണ്. ഓഹോ, അപ്പൊ ഫ്രെഡിന്റെ ഡ്രസ് എടുത്ത് നിന്റെ ബാഗിൽ വെച്ചിരിക്കുകയാണല്ലേ? ഫ്രെഡി, അത് ജൂലിയമ്മ, അത് ഒരു അതല്ല ഞാൻ പറയുന്നത്. ഫ്രെഡിന്റെ ഡ്രസ് എടുത്ത് ഇവൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. തൊലച്ചടിക്കല്ലടാ. എന്റെ ഡ്രസ് നിങ്ങൾ അതിന്റെ ബാഗിൽ വന്നത് പറയടാ. നിനക്ക് നീ വേണോ ഞാൻ ചോദിച്ചു തരൂടാ. എന്ത് മുതലാളി? മിണ്ടരുത്, ഒരു അക്ഷരം മിണ്ടരുത്. എനിക്ക് പറയാനുണ്ട്. ജൂലിയമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യമാടാ? പറയാനുള്ള എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ജൂലിയമ്മ, നീ പറ. കൈത്തറത്ത് കൊല്ലുമെന്ന് പറയണം ജൂലിയമ്മ. ഗോവയിലെ അങ്ങില് ഭയങ്കര കഷ്ടപ്പാടാണല്ലേ? യെസ് മാൻ. എന്റെ സഹോദരൻ റൺ ചെയ്യുന്ന ഒരു ജയിലാടാ അത്. ജയില്
ഇവിടെ ഒറ്റ തടിയായിട്ട് വിരസി നടന്ന എന്റെ അങ്കിളിനെ അവിടെ കൊണ്ടുവന്ന് അടിമപ്പടി കഴിക്കാൻ ആന്റി അല്ലേ? അതേടാ, അടിമ, സ്ലേവ് മാൻ, സ്ലേവ്. ആന്റി കേക്കണ്ട, എനിക്കാരെയും പേടിയില്ല. അതൊക്കെ വേറെ ചുമ്മാരി പേടില്ലാന്ന് പറയുന്നത് വേണ്ട. എന്റെ മാതാവാണ്, നിന്നാണ്, എനിക്ക് ഓരോരുത്തരെയും ഭയമില്ല. ശരി, ധൈര്യം ഉണ്ടെങ്കിൽ മഗ്യാന്റെ മുമ്പ് ചെന്ന് ഇതുപോലെ പറയാൻ പറ്റുമോ? കേക്ക പറയാൻ പറ്റുമോ? ഊടാടാ പറയില്ലെന്നേ. എടാ വാടാ. ഇല്ല, പറയില്ല. എടാ വരാൻ വേണ്ട, നീ കാണണ്ട. കാരണം എന്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. വാ. വെജ് ഐറ്റംസോ? വെജ് ഐറ്റംസ് ഒന്നുമില്ല, വെജ് ഫ്രൈഡ്സ് ഒക്കെ ഉണ്ട് കുറച്ച്. സിസ്റ്ററെ, അങ്കിള് കഴിച്ചോ? എന്ത് കഴിച്ചോന്നു? അങ്കിള് കഴിക്കണമെങ്കിൽ നിന്റെ പെർമിഷൻ വേണോ? നീ നിന്റെ ഭർത്താവിന് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വിളമ്പിയാ മതി. എന്റെ കാര്യം എനിക്കറിയാം. ഡിക്രൂസേ, ഗോവയിൽ പോന്നപ്പോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? ഇത് എന്റെ നാടാണ്, ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. നിന്റെ ഭരണമൊക്കെ ഉണ്ടല്ലോ അങ്ങ് ഗോവയിൽ മതി. ഡിക്രൂസ്പാ, ഇതപ്പോ നിനക്ക് എന്തൊക്കെ അറിയണോടാ? ഇവിടെ പോടാ, ഇറങ്ങി. ചേട്ടനെ വിളിച്ചോണ്ട് അനിയത്തി പൊയ്ക്കോ. വിട്ടോ 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 വിട്ടോ. അപ്പൊ അവിടെ നിന്ന് സാധനം സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നു. അതൊന്ന് കൂട്ടിക്കോ. അതിനൊന്ന് കുഴപ്പം. അകത്ത് പോയി കിടക്ക്. അങ്ങനെ എന്നെ ആരും കിടത്താനൊന്നും നോക്കണ്ട. പോയി കിടക്കാൻ. എനിക്കറിയണം, ഞാൻ നിന്റെ ബ്രദറാണോ അതോ അടിമയാണോ? എനിക്കറിയില്ല. അല്ല, ഇതാര്? വാ വാ വാ, എന്റെ വരുവാനല്ലേ, വാ വാ വാടാ. എവിടെ നിന്ന് കഴിച്ചത്? നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? You people stop talking. I want to talk to my sister. Yes, sister. പറ മഗ്ഗി, പറ. ആണോ അല്ലയോ? പറ, ആണോ അല്ലയോ? എന്തോന്നാണോ അല്ലയോ? എന്താണ് നിനക്ക് അറിയേണ്ടത്? ഞാൻ നിന്റെ ബ്രദറാണോ അതോ സിസ്റ്റർ ആണോ? നോ 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 നോ. ബ്രദറാണോ അടിമയാണോ? ഹുവാമൈ. അങ്കിൾ ആരാണെന്ന് അങ്കിൾ തന്നെ അറിയൂടാ. പിന്നെ എന്ത് നീ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റാൻ പോണത്? നീ പോടാ. ഒരു കാര്യം പറ, ആവശ്യമില്ലാതൊന്നും വിളിച്ച് പറയരുത്. അത് കാരണം മമ്മി കിട്ടവില്ല. ഏത് മമ്മി? മമ്മി അങ്ങ് ഈജിപ്തില്ലേ? എടാ, ഇവളാ കാര്യം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇവൾ എന്നെ ഗോവയിലെ റെസ്റ്റോറന്റിൽ കൊണ്ട് മുഴുവൻ പണിയെടുപ്പിച്ചിട്ട് എത്ര രൂപയാണ് തരണമെന്ന് അറിയാമോടാ? 50,000. 50,000. എടാ, വെറും 500 ഇന്ത്യൻ ബക്സ് ആണ് ഇവള് എനിക്ക് തരണം. 500 രൂപയെങ്കിലും നിനക്ക് തരുന്നത് തന്നെ അധികമാണ്. അവിടെ നിനക്ക് എന്താ പണി? ഉണ്ടോ ഉറങ്ങി കഴിയല്ലേ? കുക്ക് ചെയ്യാൻ അറിയില്ല, ക്ലീൻ ചെയ്യാൻ അറിയില്ല, വരുന്ന കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യാൻ അറിയില്ല. ഇതൊന്നും അറിയാത്ത നിനക്ക് ഞാൻ 500 രൂപയെങ്കിലും തരുന്നില്ലേ? എന്റെ മമ്മി പിന്നെ എന്തിനു സഹിച്ചത്? എടുത്ത് കടലെറിയൂടായിരുന്നു. കടലിൽ നിന്റെ ഇവളുടെ റെസ്റ്റോറന്റ് വലിയ 5 സ്റ്റാർ ഹോട്ടലല്ലേ? ഭയങ്കര പണിയാ അവിടെ. റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. എന്നെ എങ്ങനെ ആരും കിടത്താനൊന്നും നോക്കണ്ട. എനിക്ക് ഒരുപാട് കാര്യങ്ങളോട് പറയാനുണ്ട്. മോനെ ജോജോ, നീ പോ. അങ്കിളിന് ഒരുപാട് വിഷമം പറയാനുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് പോയാണ്. അങ്കിളെ വാ, അങ്കിൾ പോയി കിടക്ക്. എവിടേക്ക്? അല്ല, ഞാനല്ലേ വിളിക്കുന്നത്. ജൂലി, പറയാനൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. മിണ്ടരുത്. വാ അങ്കിള്, അങ്കിള് വാ. മോശമായി അയ്യ, ഇങ്ങനെയാണ് ഗോവൻ സംസ്കാരം. വളർത്തു ദോഷം. മനസ്സിലായി, നോർമലാണ് മനസ്സിലായി. എനിക്ക് ജസ്റ്റ് ഒരു ബാലൻസിന് പിടിച്ചേ ഉള്ളൂ. സംസാരിക്കല്ലേ കേട്ടോ ഇനി. ഐ വാണ്ട് ടോക്ക് ടു ഹർ. എനിക്ക് അവളോട് സംസാരിക്കണം. അവൾ എന്നോട് സംസാരിക്കില്ല. അവൾക്ക് പേടിയാ. ഷീ അഫ്രൈഡ് ടു മീ. മമ്മി ഏളി മോർണിംഗിന് പോയി. നന്നായി. അവള് ഒറ്റയ്ക്ക് അവിടെ റെസ്റ്റോറന്റ് നടത്തിട്ട് എങ്കിലേ ഞാൻ ഇല്ലാത്തൊരു കുറവ് അവൾക്ക് അറിയാൻ പറ്റും. ഓഹോ, അപ്പൊ ഇനി അങ്കിള് ഗോവയിലോട്ട് ഇല്ലേ? ഇല്ല. അല്ല,
ഇല്ലെന്നേ അതെ പിന്നെ അവള് ഞാൻ എന്റെ സഹോദരിയോട് പറയാല്ല മഹാഅഹങ്കാരിയാണ് അവള് മഹാഅഹങ്കാരിയാണ്. അഹങ്കാരിയാണ്, അത് സമ്മതിച്ച്. പക്ഷെ അങ്ങനെ ഗോവയിൽ പോവായിരുന്നു. കാരണം മമ്മയ്ക്ക് പ്രായമായി വരെയല്ലേ, അപ്പൊ സഹായിക്കാൻ വേണ്ടി. വയസ്സായതിന്റെ കാര്യം അറിയണം. അങ്ങനെ വേണം നടക്കാൻ. അങ്കിൾ താങ്ക് യു. കോഫി ഇല്ലേ? അങ്കിളിന് കോഫിയല്ലേ ഇഷ്ടം? കോഫിയാണോ? യാ. ഇതെന്താ മധുരയില്ലേ? അല്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് ഷുഗറൊന്നുമില്ല. അല്ല അങ്കിൾ, ഷുഗർ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ശരീരത്തിന് നല്ലത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ നിന്റെ മമ്മിയെ പോലെ എനിക്ക് വിലക്ക് കൽപ്പിക്കാണ്. ജോജോ മോനെ കുറച്ച് പഞ്ചസാര എടുത്താ ഞാൻ ചോദിച്ചോളൂ. കുറച്ച് പഞ്ചസാര കലക്കി കൊടു അങ്ങനെ. ശരിക്കും അമ്പോ ഈ ശരീരത്തിൽ ഇത്രയും ആംബിയറാ. കിതക്കിനുണ്ടോ? കിതക്കിന് എളുപ്പം എന്താ? നേരത്തെ കാറിയില്ലേ, ഉള്ള എനർജിയൊക്കെ പോയി. അങ്കിളെ, മമ്മ വെളുപ്പിന് 5 മണിയായപ്പോ പോയി. അപ്പോ അങ്കിളിന് ഒരാഴ്ചക്കകം തിരിച്ചങ്ങോട്ട് അയക്കണമെന്നാ പറഞ്ഞിട്ട് പോയത്. ഞാൻ ഇനി ഇവിടെ ഒന്നും എങ്ങോട്ടും ഇല്ല. അയ്യോ, അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ ഇവിടെ എന്നിട്ട് എന്ത് കാര്യം തോന്നുന്നു? നീ എന്ത് ചെയ്യുന്നോ അത് ഞാനും ചെയ്യും. എനിക്ക് പണിയൊന്നുമില്ല. അപ്പൊ എനിക്കും പണിയൊന്നുമില്ല. നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാന്ന്. നല്ല പ്രശ്നങ്ങള്. കോഫി കൊടു. താങ്ക് യു. ഇതെന്തോ പാൽപ്പായസോ? എനിക്ക് കോപ്പ പറയണോ? പുതപ്പോടെ ചുരുട്ടെടുത്ത് വാഷിംഗ് മെഷീനിൽ താണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, പക്ഷെ എന്തും ചെയ്യും. എന്തും ചെയ്യാൻ നീ കൂലിത്തല്ലുകാരനാ? നിങ്ങളെ വേണ്ടാത്ത വർത്താനം പറയില്ല. നിങ്ങളെ വേണ്ടാത്തത് നിനക്ക് കാണിക്കാം, പക്ഷെ മറ്റാരോടും അത് പറയല്ലേ. ഞാൻ എന്താണ് ആവശ്യം നിങ്ങളുടെ അടുത്ത് കാണിച്ചത്? എന്താ ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം കേട്ടാ. താൻ പിന്നെ എടുക്കണ്ടോ? ഇപ്പൊ തന്നെ എടുക്ക്. വേണ്ട. അവന്റെ ആവേശം കണ്ട, ഇവൻ ലോക്കൽ ഗുണ്ട തന്നെ. എടാ നീ ലോക്കൽ ഗുണ്ട തന്നെടാ. കണ്ടാ ഇവന്റെ ആവേശം കണ്ട. എടാ നീ ഉണ്ടല്ലോ, നീ എന്റെ മരുമോൻ ഫ്രെഡിയെ വഴിതെറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ വീട്ടിൽ കയറി ഞാൻ നിനക്ക് ആരാണെന്ന് അറിയാവോടാ? എടാ ആരാണെന്ന് അറിയാമോ? ഞാൻ വില്യം ഡി ക്രൂസ് ആടാ. വില്യം ഡി ക്രൂസ്. വില്യം ഡി ക്രൂസിനൊന്നും എനിക്കറിയില്ല, പക്ഷെ നാട്ടുകാർ പറഞ്ഞ് പഴയ കക്ക കച്ചവടക്കാരൻ ഏലിയാസിനെ എനിക്കറിയാം. ഓരോന്നൊക്കെ വരുന്നു. നീ എന്താ പരിഹസിക്കാൻ നോക്കുന്നോ? എടി ഇയാക്കെന്താ പ്രാന്താണ്? പ്രാന്ത് നിന്റെ This is Goan style. ഫോൺ ഫോണിടുന്നു. അപ്പൊ ഇതാ സെബാസ്റ്റ്യ, ഒരു ആംബുലൻസ് ആയിട്ട് പെട്ടെന്ന് പോരെ. പെട്ടെന്ന് വേണം, എന്നിട്ട് പറയാം. ഓക്കെ? റെഡി? അനക്കോണ്ട. അനക്കോണ്ട്. അയ്യോ ഫ്രെഡി ചേട്ടാ. സെബാസ്റ്റ്യ എടുത്തോ, ഒരു മിനിറ്റ് എഴുതി അഡ്രസ് ചെയ്തോട്ടെ. എന്തത്? ഇതില് എത്തിക്കണം. എവിടെ? ഗോവയില്. ഗോവയില? സഹിച്ച് മടുത്തറാ. എടുത്തോ. പിന്നെ ഇടയ്ക്കെങ്ങനെ കണ്ണുറങ്ങണ ഞാൻ ഒരു സാധനം തരാം, അല്പം വായിൽ ഇറ്റിച്ചു കൊടുത്താൽ എവിടെ ക്യൂട്ടി ചെന്നൊക്കെ? രണ്ടുപേരും അകത്തുണ്ട്. മമ്മയോ? മമ്മയും അകത്തുണ്ട്. പപ്പ? അല്ല, പപ്പ കോഴി മേടിക്കാൻ പോയേക്കാ. ഇന്നിവിടെ ഫുൾ കോഴി ഐറ്റംസാ. അല്ല ജോജോ, രേഷ്മളെ ഇതെപ്പോ എത്തി?
ആ ഞാൻ ഇപ്പൊ വന്നോളൂ അങ്ങളെ. സുഖാണോ? ഓ സുഖം. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കാം. എന്താ അങ്ങളെ? അല്ല ഈ മോക്ക് ഈ ഭാഗ്യ സൗന്ദര്യത്തിലൊന്നും വലിയ വിശ്വാസമില്ല അല്ലേ? അയ്യോ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഗ്രേസ് പ്ലീസ് കം ഇൻസൈഡ് പ്ലീസ്. ഒരുപാട് നേരം ലേറ്റ് ആയില്ലേ? എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക. എന്താ ക്യൂട്ടി? പപ്പായല്ല പപ്പ ഐസ്ക്രീം. അപ്പൊ പപ്പ ഐസ്ക്രീം കണ്ടപ്പോ പപ്പ വേണ്ടല്ലേ? കാലിന് നല്ല നീളം. അല്ല കോഴിയുടെ കാലിനെ നല്ല നീളം. ജൂലി, ഈ ഡൈനിങ് ടേബിളെ ഗ്ലാസ് ആയതുകൊണ്ട് ഒന്നും കണ്ടുകൂടാന്നാണ് വിചാരം. ഒന്നും കണ്ടുവിടുന്ന ഒന്നും കണ്ടുകൂടാന്ന്. നല്ല കറി, സൂപ്പർ കറി, നല്ല എരിവുണ്ട് അല്ലേ? നന്നായിട്ട് പാകം ചെയ്ത് മോള് വന്നപ്പോ. അത് കഴിക്കും മോളെ. മതി ഞങ്ങളെ കഴിക്കുക. ആ മതി എന്ന് പറയരുത്. മതി കഴിക്കാൻ വേണ്ടിയാണ് മമ്മ ഇതെല്ലാം ഉണ്ടാക്കിയത്. കഴിക്ക്. അയ്യോ മതി മമ്മ. അത് പറ്റില്ല, കഴിക്കണം. അതങ്ങനെ കഴിക്കാൻ സമ്മതിക്കണ്ടേ? കഴിച്ചോളാം ഞാൻ പറഞ്ഞല്ലോ. കഴിക്കാൻ കഴിക്ക്. ആ ചപ്പാത്തി വേണോ? എന്തോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റ് കിട്ടുന്നുണ്ട്. നീ അവിടെ നിന്നെ കാറ്റ് കിട്ടുന്നു. ഇവിടെ ഇരിക്കും. കാറ്റ് കിട്ടുമോ? ആ അതാണ് മുടിയിരിക്കണോണ്ട്. മോളവിടെ പോയി നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോളൂ. നല്ല ചേർച്ച അല്ലേ? നല്ല ചേർച്ച. എത്ര നാളത്തേക്കാണ്? എന്ത് റെഡി നെഗറ്റീവ് പറയണേ? ഞാൻ നെഗറ്റീവ് പറഞ്ഞല്ല. പണ്ട് നമ്മൾ ഇതുപോലെ ഇരിക്കുമ്പോ എത്രയോ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് എന്തുതന്നെ ചേർച്ച. ഇപ്പളാ എന്താ കുഴപ്പം? ഇപ്പോഴും ഒരു കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോഴും നല്ല ചേർച്ച തന്നെയാ. പിന്നെ ഫ്രെഡിക്ക് കുറച്ച് വയറ് ചാടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. എന്ത് അത് ഇങ്ങനെ ഭക്ഷണം തന്നിങ്ങനെ ഞാൻ തരണതാണോ? എന്റെ പൊന്നും, തന്നില്ലെങ്കിൽ എടുത്ത് പോയി കഴിക്കുമല്ലോ. ചായ കുടിക്കണ്ടേ? ആ ചായ കുടിക്കണം. അത് മറന്നു. ഞാൻ അവരെ ചായ കുടിക്കാൻ വിളിക്കാനേ വന്നു. പക്ഷെ ഇരിപ്പടം എനിക്ക് വിളിക്കാൻ തോന്നി. വിളിക്കണ്ട, അവിടെ ഇരിക്കട്ടെ. അണയാൻ പോണത്തി ആളി കത്തട്ട്. റെഡി ഇവിടെ നിക്കണ്ട, കണ്ണു ഇടും. ഇങ്ങ് പോര്. എന്റെ കൊച്ചിനെ ഞാൻ കണ്ടുകൂടാ. പിന്നെ ഇങ്ങനെയല്ലേ പറയണേ ഒരു ഫാദർ. നടക്കോളൂ ജൂലി, അവര് തമ്മിൽ കാണാനൊക്കെ നല്ല ചേർച്ച തന്നെ. പക്ഷെ നമ്മള് അവരെ മേലൊരു കടിഞ്ഞാണ് അല്ലേ? ആ ശരി കേട്ടോ മമ്മ. ജോജോക്ക് ഗ്രേസിനെ കാണുമ്പോഴേ ഇച്ചിരി ഓവറാണോന്നൊരു. ആണോന്നല്ല, ആണ് ആണ് പല പ്രാവശ്യം നോരുണ്ട് മമ്മ. കറക്റ്റാ മമ്മ. ഒരു പൊടിക്ക് ഓവർ, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അത് വേറൊന്നുമല്ല, അവൻ ശുദ്ധൻ പാവം, അതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യായിരുന്നാ മതി. ഗ്രേസ് പാവം കുട്ടിയാ. മമ്മ ഗ്രേസിന് ചായ എടുക്കും. ചായ ഗ്രേസ്. എന്ത് പറഞ്ഞു? അല്ല മോള് വന്നാ ഉടൻ തന്നെ ചായ കൊടുക്കണമെന്ന് പറയായിരുന്നു. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇടാ ഒന്നും മിണ്ടാതിരിക്കേ. മോൾ അവിടെ ഇരിക്കേ, ചായ കുടിക്കേ. നീ അവിടെ ഇരിക്കേ. എടാ ഇരിക്കടാ. ഇടാ ഇരിക്കാൻ. അവന് പേടി എന്നെ പോലെ ചായ കുടി. നല്ല ഉഗ്രം ചായ. മമ്മയ്ക്ക് നല്ല കൈപ്പുണ്യാണ് കേട്ടോ. സോപ്പ് ഓടി. സോപ്പൊന്നല്ല, ശരിക്കും മമ്മയ്ക്ക് നല്ല കൈപ്പുണ്യല്ലേ ഗ്രേസ്? ഹലോ, ആ അത് ഗ്രേസ് ആണല്ലോ. ആരാ? അയ്യോ എപ്പോ? എന്നിട്ട്
സാധനമൊക്കെ കൊള്ളാം. എന്താണ് ഇതിന്റെ വില ഉദ്ദേശിക്കുന്നത്? 20,000-ല് 5 പൈസ കുറയില്ല. ഇത് വിൽക്കാൻ തന്നെ കൊണ്ടുവന്നതാണോ? പിന്നെ പ്രദർശനത്തിനുണ്ട്. അല്ല, ലോകത്തില്ലാത്ത വില പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അതെ, എന്റെ ഫാദറിലോ റിച്ചാർഡ് സാഹിബിന്റെ ഫാദറിലോ ഇന്ത്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ച സാധനമാണ്. ഇത് കൈമറിച്ച് ഞാൻ എന്റെ ജൂലിയെ കെട്ടിയപ്പോൾ എനിക്ക് വന്ന് കൈ തന്നു. അതാണ് ഈ സാധനം. ഇതിനാണ് നിങ്ങൾ പറയുന്നത്. കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ ഇതിന് 5000 കൂടുതൽ വില ഞാൻ കാണുന്നില്ല. ഞാനേ പുറത്ത് വേറെ ഷോപ്സ് ഉണ്ട്, ഞാൻ അവിടെ കൊടുത്തോളാം. ഓക്കെ ഓക്കെ. ആ എന്താ പോലെ ചേട്ടാ, എന്റെ പേര് ഉണ്ണീന്നാണ്. ആണ് ചേട്ടനല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ കച്ചവടം എന്താ കുഴപ്പമാണോ? ചേട്ടാ പകുതി വില ആരുമില്ല. ഫ്രാഡാ ചേട്ടാ ചേട്ടനാണ് ഞാൻ എടുത്തോളാം. സാധനം ഞാൻ എടുത്തോളാം. നീ കച്ചവടക്കാരനാ? ചേട്ടാ ഇതേപോലെ കടയ സാധനങ്ങളൊന്നും ഇല്ലാന്നുള്ളൂ. ഓക്കെ സെറ്റാണ്. ഒരു 20,000. ചേട്ടാ ഒരു പണിയാണ്, ഒരു 18. അങ്ങോട്ടില്ല ഇങ്ങോട്ടുമില്ല. 20,000. രണ്ടിനും കൂടി ഒരു 25,000 വരും. ഒരു ഈ സാധനം 15, മറ്റത് 10, 25 അങ്ങനെയും വേണ്ടി വരും. ഇത് രണ്ടും ഇവിടെ ഉള്ള സാധനം തന്നെയാ. ഇത് ഇവിടെ നിന്ന് റെയർ പീസ് ആവണത്. അത് പറയില്ല മേഡം, ഇത് ഈ ലോകത്ത് ഈ രണ്ട് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഇരിക്കില്ല, പിന്നെ വേറെ തന്നെ എങ്ങനെ? ലോകത്ത് ഇതല്ല, അവിടെ ഇരിക്കുന്നതാണ് ഒറിജിനല്. അത് കണ്ടു നോക്കാം, അപ്പൊ മനസ്സിലാവും. അല്ല മേഡം, ഞാൻ കാര്യം പറയട്ടെ. ഈ സാധനം ഞാൻ പോർച്ചുഗലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത, കണ്ട കപ്പന്റെ ഷേപ്പ് ഉണ്ടാ. കറക്റ്റ് പോർച്ചുഗലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇതിവിടെ ഉള്ളതാന്നേ. എന്തിനാ വെറുതെ തർക്കിക്കണേ? ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവന്ന് എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എന്റെ മേഡം എന്നെ കണ്ടാ തോന്നണ്ട ഞാൻ സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനല്ലേ. എനിക്കിങ്ങനെ ആളെ നോക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഉള്ള സത്യമാണ് പറഞ്ഞത്. താനൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ട് വിലയിരുത്തിയിട്ട് പറഞ്ഞാൽ മതി. കാണാല വെച്ചിട്ട് ഇവിടെ ഇരുന്നതാണല്ലോ. അവിടെ ഇല്ലേ ചേച്ചി? ഇത് എന്റെ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. ഇല്ല, ഇവിടെ ഉണ്ട്. ഡഗ്ലസ് ഇന്നലെ തുടയ്ക്കുന്നത് ഞാൻ കണ്ടതാ. ആ ഡഗ്ലസ് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കട്ടെ. ബാ. സാറിന്റെ വീട് ആയിരുന്നത്? സാർ ഞാൻ ഇവിടെ വെക്കാൻ വേണ്ടി വന്നാണ് മാഡത്തിന്. ഇത് ഇവിടെ വെക്കാൻ വന്ന? ഇവിടെ വെക്കാൻ വേണ്ടി വന്നാണ്. മാഡം എന്ത് പറഞ്ഞു? അല്ല, ഇതുപോലത്തെ വേറൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്വേഷിക്കാൻ പോയേക്കണേന്ന്. ഇവിടെ ഉണ്ട്. ഇവിടെ കൊടുക്കാൻ പോണം. അല്ല, ഇത് കൊടുക്കണം. ഞാൻ 25 വിൽക്കാൻ വന്നാണ്. 25,000. 20,000? ഇത് ഇവിടുത്തെ സാധനം തന്നെ. ഞാൻ ഇവിടുത്തെ സാധനമാണ്. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നേ ഉള്ളൂ. സാർ കാശ് എന്നിട്ടല്ലേ മേടിച്ച്? ഞാൻ പൈസ തരാം. സാർ ഇത് എനിക്ക് ഇത് ഇവിടുത്തെ സാധനമാണെന്ന് ഞാൻ നൈസല്ല. സാർ കൊള്ളാല, എന്റെ വലിയ ഉടായിപ്പള്ള. സാർ ഇത് ഇവിടുത്തെ സാധനമാണെങ്കിൽ എനിക്ക് 30,000 രൂപ കിട്ടണം. എടാ ദ്രോഹി, നീ കറക്റ്റ് സമയത്ത് നീ വില വേഷമല്ലടാ. വില വേഷമല്ല സാർ, സാർ എന്റെ വലിയ ടീമാണ്. ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. നീ പറയണ്ട. ഇപ്പൊ എവിടെ കാശ്? എവിടെ? എപ്പ തരൂന്ന്? കാശിടാണ്ട് ഞാൻ പോവില്ല. അലങ്കരിക്കണ ഇത് ആകെ പ്രശ്നം. ഭയങ്കര കേസ് ഇപ്പെടും. നീ തൂങ്ങും. ഒരു കാര്യം ചെയ്യും, ഗേറിന്റെ പുറത്തിട്ട് ഞാൻ വന്നിട്ട് കാര്യം പറയാം. നമ്മ പരിപാടി കഴിഞ്ഞിട്ട് പറഞ്ഞ ആളായിട്ടാ. ഗേറ്റ് പുറത്തില്ലേ? നിന്റെ തലവട്ടം പോലെ ഇങ്ങോട്ട് കണ്ടുവരുന്നു. ഗേറ്റ് വിട്ട് ഞാൻ പോവില്ല.